ഇത് എനിക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവർക്കും സംഭവിക്കും. പല ആവർത്തി നമ്മൾ ഒരു ഇങ്ങനെയായിരിക്കും വരാൻ പോകുന്ന പറയുമ്പോൾ അതേപോലെ തന്നെ വരുന്നത്. ചില കോളുകൾ ഇപ്പൊ ഇയാൾ വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് തോന്നും. ഒരു വിത്തിൻ എ മിനിറ്റ് ആ കോള് വരും. അങ്ങനെയൊക്കെ എനിക്ക് എന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ടാണ്? വൈ? അത് അങ്ങനെ ആ ചിന്തയിലേക്ക് ഞാൻ പറയാം. അതാണ് വൈ എന്ന് പറഞ്ഞാൽ ജീവനാണ്. ശരീരങ്ങളും മനസ്സ് തമ്മിൽ വ്യത്യാസമുള്ളൂ. സെയിം ജീവനാണ് രണ്ടിലുള്ളത്. ജീവൻ അറിഞ്ഞൂടെ എല്ലാം എല്ലായിടത്തും എന്താ നടക്കുന്നത്? എല്ലാം ജീവനാണ്. ജീവനില്ലാത്ത എന്താ ഉള്ളത്? ഇപ്പം നമ്മൾ ഈ ചെയറിന് ജീവനില്ല എന്ന് പറയും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലും ഇലക്ട്രോൺസ് ഉണ്ട്. ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ന്യൂട്രോൺസ് എല്ലാ സാധനങ്ങളും ഉണ്ട്. അത്ര ഫാസ്റ്റായിട്ട് വൈബ്രേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളൂ. അവർ കണ്ടൻസ്ഡ് ആയിപ്പോയി. അല്ലെങ്കിൽ ഈ ചെയർ ഇവിടെ ഉണ്ടാവില്ല, ഉണ്ടാവാൻ വഴിയില്ല. ഇത് നമ്മൾ ചെതല് തിന്നിട്ട് പൊടിയാവുന്ന സാധനങ്ങൾ കണ്ടിട്ടില്ലേ? അപ്പം ഇല്ല, ചെതല് കൊണ്ടുപോയി, ചെതലായി മാറി. ചെതല് തിന്നല്ലോ അതിന്. അപ്പോൾ നമ്മളീ പറഞ്ഞു വരുന്നത് എവറിത്തിങ് ഈസ് ലൈഫ്. എവറിത്തിങ് ഈസ് ലൈഫ്. ലൈഫ് എടുത്തിട്ടുള്ള രൂപങ്ങളാണെല്ലാം. അപ്പോൾ ഈ രൂപത്തിലും ആ രൂപത്തിലും ഈ രൂപം എന്താണ് ആ രൂപത്തിനോട് പറയാൻ പോകുന്നത്, അതെങ്ങനെയാണ് റിയാക്ട് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ ജീവനറിയാം. അതാണല്ലോ രണ്ടിലും ഉള്ളത്. കോമൺ ആൾക്ക് എല്ലാം കാണാം. നമ്മളിപ്പോൾ ഇവിടെ ഒരു ഡിവൈഡർ ഇട്ടു, പക്ഷെ അവിടെ നിന്ന് കാണുന്ന ആൾക്ക് ഇപ്പുറം കാണാം അപ്പുറം കാണാം. അയാൾക്കല്ലേ ഫുൾ കഥ അറിയാവുന്നത്, നമ്മൾ തമ്മിൽ കാണുന്നില്ലെങ്കിൽ. നമ്മുടെ വിചാരം നമ്മുടെ ഈ കണ്ണും ചെവിയും മൂക്കും ഇതൊക്കെ കാണിക്കുന്നതാണ് ലോകം എന്ന്. നമുക്കത്രേ പറ്റൂ ശരീരം മനസ്സിനും. പക്ഷെ ജീവൻ അതിന് മുകളിലെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാം അറിയാം. അപ്പോൾ ചില സമയത്ത് നമ്മുടെ മനസ്സ് വളരെ ശാന്തമാകുമ്പോൾ, ഫ്രീ ആകുമ്പോൾ ആ ടോപ്പ് ആംഗിൾ മറ്റേ ഡ്രോൺ ഷോട്ടിലോട്ട് പോകും. അപ്പോഴാണ് നമുക്ക് ഈ ഇൻറ്റ്യൂഷൻ വരുന്നത്. ഇയാളിപ്പോൾ എന്നെ വിളിക്കും എന്ന് പറയുന്നത് നമ്മൾ ടാപ്പ് ചെയ്തു അതിലേക്ക്. ജീവനായി. നമ്മൾ മനസ്സായിട്ട് ജീവിച്ചില്ല ആ സമയത്ത്, നമ്മൾ ജീവനായിട്ട് ജീവിച്ചു. ഇതുപോലെ കൃത്യമായിട്ട് അറിയാം. അപ്പോൾ കോൾ വരുന്നു. ബിക്കോസ് ഇങ്ങനെ സ്ഥിരമായിട്ട് ഭയങ്കര മെൻ്റൽ കപ്പാസിറ്റീസ് ഉള്ള ആൾക്കാരുണ്ട്. അവർ പഠിച്ചിരിക്കുന്നത് ആ ഡ്രോൺ ഷോട്ടിലോട്ട് പോകാനാണ്. ഇവിടുത്തെ ക്യാമറയിലല്ല, നേരെ മുകളിൽ നിന്ന് എല്ലാം കാണാം. അപ്പോൾ അതെന്നാണ് പറയുന്നത്, ആ അവിടെ 4ാമത്തെ തെരുവിൽ ഒരു ചുവന്ന വീടുണ്ട്. ഈ ഇപ്പം നമ്മളിപ്പം നടക്കുന്നതെല്ലാം പ്രീ പ്ലാൻ ചെയ്താണെന്നാണോ അവകാശപ്പെടുന്നത്? അല്ല, പ്രീ പ്ലാൻഡ് അല്ല. ഒരു നിമിഷത്തിലാണ് എല്ലാം സംഭവിക്കുന്നത്. എപ്പോഴും ഒരു നിമിഷമേ ഉള്ളൂ. ഈ നിമിഷം നമ്മളിപ്പോൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം ഇപ്പോൾ സംഭവിക്കുന്നത് ഇപ്പോൾ സംഭവിച്ചു. അങ്ങനല്ല, ഇപ്പം അങ്ങനെ ഒരു ജീവനുണ്ട്. അപ്പം ആ കോമൺ ആയിട്ട് അതാണ് നമ്മുടെ. അല്ല, നമുക്കിപ്പോൾ പോയിട്ടേ ഞാനിപ്പോൾ പറഞ്ഞതില്ലേ, നമുക്ക് തിരിച്ച് അതിലോട്ട് റീവൈൻഡ് ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമുക്ക് റെക്കോർഡിങ്ങിൽ റീവൈൻഡ് ചെയ്യാം, മനസ്സിൽ റീവൈൻഡ് ചെയ്യാം. റിയലി നമുക്കത് ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴിഞ്ഞില്ലേ? ആ പ്രസൻറ്റ് മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് എന്ത് പ്രീ പ്ലാൻ എന്ന് പറഞ്ഞാൽ അതിനൊരു വേറൊരു നിമിഷം വേണ്ടേ? എവിടെ പ്രീ പ്ലാൻ ചെയ്യും? ആര് പ്രീ പ്ലാൻ ചെയ്യും? പക്ഷെ അതിൻ്റെ അകത്ത് ഒരു ക്വസ്റ്റ്യൻസ് ഇല്ല. ഇപ്പം ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറഞ്ഞ, ഇപ്പം ഇന്നിപ്പോൾ നടക്കുന്ന നമ്മൾ ഇന്നലെ പ്രീ പ്ലാൻ ചെയ്ത കാര്യങ്ങളല്ലേ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞു. പ്രീ പ്ലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നാളെ എന്ത് കഴിക്കും, എന്ത് ചെയ്യും. മറ്റേത് വിധി എന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാം. നമുക്ക് ഇന്റർവ്യൂ നടത്താം, നമുക്ക് ഉച്ചയ്ക്ക് അത് നമുക്ക് പ്രീ പ്ലാൻ ചെയ്യാം. അല്ലാത്തത് നമുക്ക് വിധി എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കാന്നുള്ളതല്ലേ ഉള്ളൂ. എല്ലാം വിധിയാണ്. ഞാൻ ഇവിടെ ഈ ഇന്റർവ്യൂവിൽ എത്ര പ്ലാൻ ചെയ്താലും വരുന്ന വഴിക്ക് ഒരു കാർ ആക്സിഡന്റ് സംഭവിച്ചാൽ ഇത് സംഭവിക്കും. അത് നമ്മുടെ കയ്യിലാണോ? ഞാൻ ഇന്നിവിടെ വരാൻ നിൽക്കുമ്പോൾ എനിക്ക് രാവിലെ എണീക്കുമ്പോൾ ഒരു പനിയുണ്ടെങ്കിൽ വരാൻ പറ്റും? ഇല്ല. എന്തോരം കാരണവശാൽ നമ്മൾ പ്ലാൻ ചെയ്ത എത്രയോ കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ എന്ത് പറയും? ഒന്നും പ്രീ പ്ലാൻഡ് അല്ല. മറ്റേത് നമ്മൾ കൺഫ്യൂസ് ചെയ്യരുത്. നമ്മുടെ ലൈഫിലെ പ്ലാനിങ് അല്ലെങ്കിൽ സമയം, നമ്മളിവിടെ 2 മണിക്ക് ഇന്ന സ്റ്റുഡിയോയിൽ മീറ്റ് ചെയ്യാം. അപ്പോൾ ടൈം ആൻഡ് സ്പേസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് നമ്മുടെ ഒരു കോർഡിനേഷന് വേണ്ടിയിട്ടാണ്. അത് ശരിക്കും ഉള്ളൊരു സാധനമല്ല. ബിക്കോസ് ഇപ്പോഴത്തെ 2 മണി അമേരിക്കയിൽ ഇപ്പോൾ 1:30 മണി രാത്രിയാണ്. അപ്പോൾ എന്താ അതിന് സ്ഥായിയായിട്ടുള്ള ഒന്നുമല്ല അത്. ഇതേ നിമിഷമല്ലേ? ഇതേ നിമിഷം ഒരാൾ അമേരിക്കയിൽ ഉറങ്ങുകയാണ്, കുറച്ചുകൂടി രാത്രി. നമ്മളിവിടെ ഉച്ച നേരത്ത് ഇരുന്ന് ഇൻ്റർവ്യൂ നടത്തുന്നു, ഇതേ നിമിഷം. അപ്പോൾ ആ നിമിഷത്തിലെ കാര്യമാണത്. അതെല്ലാം കോർഡിനേറ്റായി വരുമ്പോൾ ഇറ്റ് ഈസ്
ഡെസ്റ്റിനി, സിങ്ക്രോ ഡെസ്റ്റിനി, എല്ലാം സിങ്ക്രണൈസായി വരികയാണ്. അത് എല്ലാ നിമിഷവും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാ നിമിഷം അതാണ് നമ്മൾ കാണുന്ന ഈ ലൈഫ്, പ്രകൃതി. നമുക്കൊരു ചെടി വളർന്ന് കാണാൻ പറ്റുന്നില്ലല്ലോ ടൈം ലാപ്സ് ഫോട്ടോഗ്രാഫി ഇല്ലാതെ. ടൈം ലാപ്സിൽ കാണുമ്പോഴാണ് ദൈവം എന്തൊക്കെയാണ് നടക്കുന്നത്, ഈ ചെടി ഇങ്ങനെ അങ്ങനെയൊക്കെ കാണിച്ച് അതിൻ്റെ ആ പൂവൊക്കെ വരുന്നത്. അത്ര ടൈം ലാപ്സിൽ നമുക്ക് നമ്മുടെ ലൈഫ് കാണാൻ പറ്റിയാലേ ഈ പറയുന്ന വിധി എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് ഹാപ്പനിങ് ഇൻ എവറി മിനിറ്റ്, എവറി സെക്കൻഡ്. ടൈം ലാപ്സ്. നമുക്ക് ടൈം ലാപ്സ് ഇല്ല നമ്മുടെ മനസ്സിൽ. നമ്മൾ ഈ 16 frames per second കാണുന്നത്. അതുകൊണ്ടല്ലേ സിനിമ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നത്. കണ്ടിന്യൂസ് അല്ല, പല ഷോട്ടുകളെടുത്ത് ഒട്ടിച്ച് വെച്ചിട്ട് നമുക്ക് പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് തോന്നുന്നുണ്ട്. എന്താ, നമ്മുടെ ബ്രെയിനിന് അത്രയേ ഉള്ളൂ കപ്പാസിറ്റി. യൂഷ്വൽ ചിന്താഗതി അല്ലാതെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എന്നെ ഓരോ മനുഷ്യനെ നോക്കി കാണുന്നത് എങ്ങനെയാണ്? ജീവൻ്റെ പല രൂപങ്ങളായിട്ട്. അതായത് ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അവരുടെ ഒരു പേഴ്സണാലിറ്റി അതൊന്നും അല്ലല്ലോ എന്നെ കാണുന്നത്. അവരുടെ പേഴ്സണാലിറ്റി കാണുന്നുണ്ട്, പക്ഷേ ഈ സ്ഥായിയായ അറിവ് ജീവൻ്റെ ഒരു രൂപമാണിത്. അപ്പോൾ ഞാൻ തന്നെയാണത്. അവരും അവരെ തന്നെ ഞാൻ എന്നല്ല വിളിക്കുന്നത്. അതെ, ആ ഞാൻ ലൈഫാണ്. അവർ ലെനയല്ല. അവർ ലെന എന്നുള്ള പേര് ശരീര മനസ്സിനാണ്. ഈ ശരീര മനസ്സിൻ്റെ പേരാണ് ലെന. ആ ശരീര മനസ്സിൻ്റെ പേരാണ് എനർജി. കോൺഷ്യസ് എനർജി സെയിം ആണ്. അതിനാണ് ജീവൻ, പ്രാണൻ എന്ന് വിളിക്കുന്നത്. എല്ലാവരും പ്രാണൻ്റെ ഓരോ വകഭേദങ്ങൾ, പ്രാണൻ്റെ ഓരോ മാനിഫെസ്റ്റേഷൻസ് ആ ആകൃതിയിൽ ഇന്ന മനസ്സായിട്ട് ജനിച്ചിരിക്കുന്നു. എല്ലാവരും സെയിം ആണ്. ഉള്ളിൻ്റെ ഉള്ളിൽ. ഇത് 2004 സംസാരിക്കുമ്പോൾ മനോരോഗി എന്ന് മുദ്രകുത്തപ്പെട്ട് 10-12 വർഷത്തോളം മെഡിസിൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. ഈ അന്നേരം ശരിക്കും ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു, അലറി കരയണം, ഇത് ആർക്കും മനസ്സിലാവുന്നുമില്ല പറയുന്നത്. ആ ഒരു ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്ത് ശരിക്കും എങ്ങനെ അത് ഓവർകം ചെയ്ത്? ഓക്കെ, അതെ, വീർപ്പ് മുട്ടും എന്ന് വെച്ചാൽ ഇപ്പോൾ എത്രയോ ആൾക്കാർക്ക് ഇപ്പോൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. ഇൻ്റർനെറ്റ് അതിന് വലിയൊരു കാരണമാണ്. ഇൻ്റർനെറ്റ് എല്ലാ തരത്തിലുള്ള ഐഡിയാസിനുള്ള ഒരു സ്പേസ് ആയപ്പോൾ നമ്മളെല്ലാവരും എല്ലാം നമ്മൾ ഈ കാണുന്ന പൊട്ടക്കുളത്തിലെ ലൈഫ് മാത്രമല്ല എന്നുള്ളത് എല്ലാവർക്കും ഫീൽ ചെയ്ത് തുടങ്ങി. അപ്പം എനിക്ക് ആക്ച്വലി ആ സമയത്ത് ആശ്രയമായത് ബുക്സാണ്. ഞാൻ സ്പിരിച്വൽ ടെക്സ്റ്റ് അപ്പോഴാണ് വായിച്ചു തുടങ്ങുന്നത്. ഇത് വായിച്ചുകൊണ്ടല്ല എനിക്ക് ഈ അറിവുണ്ടായത്. അതെൻ്റെ വായിച്ച അറിവ് ഞാൻ ഇങ്ങനെ അത് കിട്ടി എന്ന് വിചാരിച്ചു എന്ന് പറയാം. അങ്ങനെയല്ല. ഈ അറിവിന് ശേഷം ഞാൻ സ്പിരിച്വൽ ടെക്സ്റ്റ് ബുക്സ് വായിക്കുമ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ പറയുന്ന സാധനം ആണ് ഇവർ പറയുന്നത്. അപ്പോൾ ഫൈനലി ഒരു സുഖം കണ്ടെത്തി തുടങ്ങി സ്പിരിച്വൽ ടെക്സ്റ്റ് ബുക്സിൽ. പിന്നെ ഞാൻ വായിക്കുന്ന കംപ്ലീറ്റ് സ്പിരിച്വൽ ബുക്സ് മാത്രമേ വായിക്കുള്ളായിരുന്നു. ബിക്കോസ് അതിലെങ്കിലും നമുക്ക് ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് ബന്ധമുള്ള കാര്യങ്ങൾ പറയുന്നൊരു ആള്.